ഞാൻ പറയുന്നത് ദേവസ്വം മന്ത്രി തീർച്ചയായിട്ടും ഈ കേസിനകത്ത് പ്രതിയാകും. ദേവസ്വം ബോർഡിലെ മന്ത്രിക്കും സ്വർണ്ണ മോഷണ കേസിനകത്ത് അറിവുണ്ട് എന്നാണ് വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി മന്ത്രിയുടെ ആളാണോ അതോ ഇനി പത്മകുമാറിൻ്റെ ആളാണോ എന്ന് കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ SITക്കാർ കണ്ടുപിടിച്ചേ പറ്റൂ. കടകംപള്ളിയെ തീർച്ചയായിട്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഫസ്റ്റ് റൗണ്ട് ചോദ്യം ചെയ്തിട്ട് അത് വീണ്ടും ക്ലാരിഫൈ ചെയ്ത ശേഷം മാത്രം ഒരു അറസ്റ്റിലേക്ക് പോകാനാണ് സാധ്യത. ജോർജ് ജോസഫ് സാർ, യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വെട്ടിലാക്കുന്നതല്ലേ പത്മകുമാറിന്റെ മൊഴി? ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ തുടർ നടപടി സ്വീകരിച്ചത് എന്നാണ് പത്മകുമാർ വ്യക്തമാക്കുന്നത്. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു. അപ്പോൾ കടകംപള്ളി കുരുങ്ങുമോ? തീർച്ചയായിട്ടും ഇതിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ കുടുങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പത്മകുമാറിൻ്റെ മൊഴി ആ രീതിയിലാണ്. തനിക്കൊരു ഗവൺമെൻറ് ദേവസ്വം മന്ത്രിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നൊരു പേപ്പർ വന്നു, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊടുത്തതാണ്, അത് പരിഗണിക്കണം, എന്താണ് അതിനകത്ത് ദേവസ്വം മന്ത്രി നോട്ട് എഴുതിയെന്ന് ഇനി വെളിയിൽ വരേണ്ട കാര്യമാണ്. സാധാരണ സർക്കാരിലൊരു ചെന്ന് കഴിഞ്ഞാൽ പരിശോധിക്കുക, എക്സാമിൻ അല്ലെ പരിശോധിക്കുക എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേറെ വ്യത്യസ്തമായ ചില നോട്ടുകൾ വരാം. 1-2 വാക്യത്തിൽ ഒരു നോട്ടായിരിക്കും. അപ്പം ഗവൺമെൻറ്റിൻ്റെ അവിടുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ളൻ ഗവൺമെൻറ് കൊടുത്ത അപേക്ഷയുടെ പുറത്താണ് കട്ടിളപ്പാടി മാറിയത് എന്നിപ്പം എവിഡൻസിൽ വന്നിരിക്കുന്നു. അപ്പോൾ അതിന് അന്നത്തെ ദേവസ്വം മന്ത്രി തീർച്ചയായിട്ടും അതിന് സമാധാനം പറഞ്ഞേ വെക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദേവസ്വം മന്ത്രി തീർച്ചയായിട്ടും ഈ കേസിനകത്ത് പ്രതിയാകും. അന്നത്തെ ദേവസ്വം മന്ത്രി പ്രതിയാകുന്ന ഒരു മന്ത്രിയായിരുന്നു അന്നത്തെ. അതുകൊണ്ട് ഒരു മന്ത്രിസഭയിലുള്ളൊരു മന്ത്രി ഒരു നോട്ട് എഴുതി ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൂട്ടുത്തരവാദിത്തമുള്ളൊരു മന്ത്രിസഭയാണ്. അത് ക്യാബിനറ്റ് നമുക്കറിയാം, ബുധനാഴ്ച ക്യാബിനറ്റ് എല്ലാ ആഴ്ചയിലും നടക്കുന്നത്. ഒരു മന്ത്രിക്ക് ഒരു പുതിയ ഐഡിയ തോന്നി അത് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത് അടുത്ത ക്യാബിനറ്റ് വരുമ്പോൾ അത് റാറ്റിഫൈ ചെയ്യണം. അപ്പം ദേവസ്വം ബോർഡിലേക്ക് ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ദേവസ്വം ബോർഡിലേക്ക് ഒരു പുതിയ അവിടുത്തെ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വത്തിലെ ഒരു മന്ത്രി ഒരു ലെറ്റർ എനിക്ക് ലഭിച്ചപ്പം അത് പരിശോധിച്ച് വേണ്ട ഹെൽപ്പ് ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു മന്ത്രി ഒരു ലെറ്റർ ദേവസ്വം ബോർഡിലേക്ക് വന്നപ്പോൾ അന്നത്തെ പ്രസിഡന്റ് അത് പരിശോധിച്ചു. ആ പ്രസിഡന്റ് പരിശോധിച്ച് കഴിഞ്ഞപ്പം അതിലേക്ക് അദ്ദേഹത്തിന് ഇത് വെളിയിലോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവിടാൻ കഴിയും. അതുകൊണ്ട് ആ ഒരു സംഭവത്തിൽ തീർച്ചയായിട്ടും മന്ത്രി റെസ്പോൺസിബിളാണ്. കടകംപള്ളി തീർച്ചയായിട്ടും ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച പരാതി അല്ലെങ്കിൽ ലഭിച്ച ഒരു റിക്വസ്റ്റ് അത് പരിഗണിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ കുരുങ്ങിയത് തന്നെ. അല്ലെങ്കിൽ സാധാരണ പോലെ മന്ത്രിമാർക്കൊക്കെ ഒരു പരാതി 100 കണക്കിന് 1000 പരാതി അവർക്ക് ലഭിക്കും. അതൊക്കെ അവരവരുടെ വകുപ്പിലേക്ക് അയച്ചിട്ട് എക്സാമിൻ എന്നാണ് സാധാരണ എഴുതി, അല്ലാതെ അത് നടപ്പാക്കണം എന്നുള്ള ഇങ്ങനെ ഒരു വാക്കാണോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, പരിശോധിക്കാൻ വേണ്ടി മാത്രമാണോ എന്നുള്ള കാര്യം ഇനി അതിൻ്റെ എവിഡൻസ് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നെങ്കിൽ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഈ സ്വർണ്ണക്കൊള്ളയുമായി ഒരു ബന്ധവുമില്ല എന്നും ഇത് സംബന്ധിച്ച ഒരു ഫയലും തന്റെ മുന്നിൽ വന്നിട്ടില്ല എന്നുമായിരുന്നു മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സർക്കാരിന്റെ അറിവോ സമ്മതമോ ഇല്ല എന്നും 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണ് എന്നും അല്ലെങ്കിൽ സ്വർണം ഇളക്കാനും പൂശാനും ഒന്നും പറയാൻ ദേവസ്വം മന്ത്രിക്ക് അധികാരം ഇല്ല എന്നുമൊക്കെയാണ് കടകംപള്ളി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട്? അതിനകത്ത് ഒരു വിശ്വസ്തതയും ഇല്ല. കാരണം കള്ളം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. താൻ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത്. തൻ്റെ മുമ്പിൽ അതുപോലെ ഒരു അപേക്ഷ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് ദേവസ്വം ബോർഡിൽ പോയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഒപ്പിട്ടിരിക്കുന്നത് മന്ത്രിയാണ്. അപ്പോൾ അതാണ് ഇപ്പം വലിയ വിവാദമായി വന്നിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിലെ മന്ത്രിക്കും സ്വർണ്ണ മോഷണ കേസിനകത്ത് അറിവുണ്ട് എന്നാണ് വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരാതി കൊണ്ടുപോയി അത് ബൈ പോസ്റ്റിൽ അയച്ചോ നേരിട്ട് കൊണ്ട് അദ്ദേഹത്തിനെ കണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ട് എന്നാണ് വരുന്നത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ആ കാര്യത്തിൽ എങ്ങനെ കണ്ടു, അദ്ദേഹത്തിന് ഈ പരാതി ആര് മുഖേന കൊടുത്തു, അതിന് പണച്ചെലവ് എത്ര, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചിട്ടുണ്ടാവും SIT. അതുകൊണ്ട് പത്മകുമാറിലോട്ട് വന്നത് അത്ര
നല്ല എവിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരു വീക്ക് എവിഡൻസിന് പുറത്തല്ല, സ്ട്രോങ് എവിഡൻസ് പത്മകുമാറിനെതിരായിട്ട് വന്നു. അതുപോലെ ഒരു സ്ട്രോങ് എവിഡൻസ് പത്മകുമാർ തൻ്റെ മേലധികാരികളുടെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തെന്നുള്ളൊരു പുതിയ ഒരു നോളജ്, പുതിയൊരു അറിവ് അന്വേഷണ SITക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കേസിനകത്ത് തീർച്ചയായിട്ടും അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. തന്റെ മുന്നിൽ ഒരു ഫയലും എത്തിയിട്ടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആവർത്തിക്കുമ്പോൾ രക്ഷപ്പെടുന്നതിനായി ഒരുപക്ഷെ പത്മകുമാർ തെറ്റായി മൊഴി നൽകാനുള്ള സാധ്യതയുണ്ടോ? അതിന് സാധ്യതയില്ല. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു പരാതി, ഒരു റെപ്രസെൻറ്റേഷൻ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കള്ളമായിരിക്കാൻ സാധ്യത കുറവാണ്. അത് മന്ത്രി ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മനഃപൂർവ്വം കള്ളം പറഞ്ഞതായിരിക്കത്തില്ല. പോലീസിൻ്റെ മുമ്പിൽ കള്ളം പറഞ്ഞാൽ അതിന് വേറെ കേസെടുക്കാം. പത്മകുമാർ കള്ളം പറയില്ല. ഇപ്പം ഉള്ള സത്യങ്ങൾ പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരാതി അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയാണ്. അതിനകത്ത് വേണ്ടത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞ താഴോട്ട് വന്നു. അതനുസരിച്ച് പത്മകുമാർ കാര്യങ്ങൾ നീക്കി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പത്മകുമാറിനെ ഇനി കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ സാറിന്? തീർച്ചയായിട്ടും. കാരണം പോലീസ് ഉദ്യോഗസ്ഥനെ ചോദിക്കുമ്പം കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ആദ്യം കരുതരുത്. കള്ളം പറഞ്ഞാൽ അതൊരു ഒഫൻസാണ്. അത് പ്രത്യേകം ഈ BNS IPC പറയുന്നുണ്ട്. കള്ളം പറയുന്നതും പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് ഉത്തരം പറയാതിരിക്കുന്നതും കള്ളം പറയുന്നതും ഒക്കെ തീർച്ചയായിട്ടും അതിനും കേസെടുക്കാനുള്ള വകുപ്പുകൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ നീക്കം ഇനി കസ്റ്റഡി വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ഇതേപ്പറ്റി SITക്ക് ലഭിക്കും. അതിനകത്ത് മന്ത്രിയുടെ അവിടെ ആരാണ്, മന്ത്രി നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ പത്മകുമാറിൻ്റെ അടുത്ത്? ആ പേപ്പർ വന്നപ്പോൾ തീർച്ചയായിട്ടും സംസാരിച്ചായിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നു മന്ത്രിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി മന്ത്രിയുടെ ആളാണോ അതോ ഇനി പത്മകുമാറിൻ്റെ ആളാണോ എന്ന് കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ SITക്കാർ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, കണ്ടുപിടിച്ചിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പത്മകുമാർ ദൈവതുല്യരായി കാണുന്നവരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടേ? എന്നാൽ മാത്രമല്ലേ കൊള്ളയ്ക്ക് പിന്നിലെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരാനാകൂ. അപ്പോൾ ഈ ദൈവതുല്യരായ ആളുകൾ ആരാണ് എന്ന് പറയിപ്പിക്കുമോ SIT? അത് തീർച്ചയായിട്ടും പറഞ്ഞല്ലേ പറ്റുള്ളൂ. അയാൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ദൈവതുല്യരായ ഇതിൻ്റെ പിന്നിലുണ്ട്. ആരാണ് അത്? ശബരിമല ഏതെങ്കിലും തന്ത്രിമാരാണോ? തന്ത്രിമാരുടെ ദൈവതുല്യരാണെങ്കിലും അവർക്ക് ഇതുപോലുള്ള ഡയറക്ഷൻ കൊടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം പാർട്ടിയിലെ ഏറ്റവും ദൈവതുല്യരായ ഓരോ റാങ്ക് താഴെക്കടയിൽ ലോക്കൽ കമ്മിറ്റി മുതൽ മുകളിലോട്ട് പോകുമ്പോൾ ഏറ്റവും അത്യുന്നതമായ സ്റ്റേറ്റ് കമ്മിറ്റിയിലും സ്റ്റേറ്റ് കൗൺസിലും സെൻട്രൽ സെക്രട്ടേറിയറ്റിലും ഒക്കെ ഇരിക്കുന്നവർ ദൈവതുല്യരാണ് സാധാരണക്കാരായ പാർട്ടിക്കാർക്ക്. അതാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അത് കാരണം അതായിരിക്കണം ഉദ്ദേശിച്ചത്. കാരണം ഈ ശബരിമലയിലെ തന്ത്രിമാർ ദൈവതുല്യരായി പലരും കണക്കാക്കുന്നെങ്കിലും അവർക്കവിടെ വലിയ റോളില്ല. പൂജയല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ ഇതുപോലുള്ള പ്രവർത്തനത്തിന് അവർക്ക് റോളില്ല. അവരുടെ ഒപ്പീനിയൻ ചോദിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നടപ്പാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇതിനകത്ത് ദൈവതുല്യരെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ മുകളിലുള്ളവരൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിലെ ഒരു സാഹചര്യത്തിൽ കടകംപള്ളിയെ ഉടൻ ചോദ്യം ചെയ്യുമോ? കടകംപള്ളിയെ ചോദ്യം ചെയ്യും. കാരണം കടകംപള്ളിക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിക്കണ്ടേ? ചോദിക്കും. ആ പരാതി കിട്ടിയിട്ടുണ്ട്. എന്നാണ് കിട്ടിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെയാണ് പരിചയം? കാരണം ഇപ്പോഴത്തെ പത്മകുമാറിൻ്റെ വെർഷൻ അത് ഗവൺമെൻറ്റിൽ നിന്ന് വന്ന അല്ലെങ്കിൽ കടകംപള്ളിയിൽ നിന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിയുടെ നിന്ന് വന്ന ഒരു ലെറ്ററാണ്, ഒരു പരാതിയാണ്. അപ്പോൾ അങ്ങനെയാണ് താൻ അതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗം കൺഫ്രണ്ട് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് കടകംപള്ളിയെ തീർച്ചയായിട്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഫസ്റ്റ് റൗണ്ട് ചോദ്യം ചെയ്തിട്ട് അത് വീണ്ടും ക്ലാരിഫൈ ചെയ്ത ശേഷം മാത്രം ഒരു അറസ്റ്റിലേക്ക് പോകാനാണ് സാധ്യത.